APCC അധ്യക്ഷനെ കണ്ടെത്താൻ ദില്ലിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കണ്ടേക്കും. അധ്യക്ഷ പ്രഖ്യാപനം എത്രയും വേഗം വേണമെന്ന ആവശ്യം ഉന്നയിക്കും. ജോസഫ് വാഴക്കിന്റെ പേരാണ് ഐ ഗ്രൂപ്പിൽ നിന്ന് ചർച്ചയിലുള്ളത്. തുടർ ചർച്ചകൾക്കായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് കേരളത്തിലെത്തും. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, ആന്റണി തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. ആദിൽ പാലോട് തുടരുന്നുണ്ട്. അതിൽ ഇപ്പോൾ കേരളത്തിൽ സർക്കാർ വന്നിട്ട് ഇപ്പോൾ 3 മാസമായി. ഈ സംഘടന അല്ലെങ്കിൽ സർക്കാർ തമ്മിലുള്ള പാർട്ടിയും തമ്മിലുള്ള ഏകോപനം അതൊക്കെ വലിയ വിഷയമായി മാറുകയാണ്. എന്നിട്ടും ഇനി എപ്പോഴായിരിക്കും പ്രഖ്യാപനം എന്നതിലേക്ക് എത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ തിരക്കിട്ട ചർച്ചകൾ ഇനി തുടർ ചർച്ചകളടക്കം കേരളത്തിലേക്കും അല്ലേ? ഉറപ്പായും തുടർ ചർച്ചകൾ നടക്കണം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് കേരളത്തിലേക്ക് പോകും ദില്ലിയിൽ നിന്ന് എന്നാണ് കാണുന്നത്. പ്രവർത്തക സമിതി യോഗത്തിനായി രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാക്കളും VD സതീശനുമെല്ലാം എത്തിയിരുന്നു. VD സതീശൻ എത്തിയെങ്കിലും പ്രവർത്തക സമിതി യോഗം നീണ്ടുപോയതിനാൽ പ്രത്യേകമായി വിഷയം രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ അഭിപ്രായം അറിയിക്കാൻ സതീശന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുകയുള്ളൂ. അതിനു മുൻപ് പ്രധാനപ്പെട്ട നേതാക്കളെ കാണാനുള്ള നീക്കമുണ്ട്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പ്രത്യേകം കണ്ട് അഭിപ്രായം അറിയിക്കുക എന്നതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിൽ ജോസഫ് വാഴക്കിൻ്റെ പേരാണ് രമേശ് ചെന്നിത്തലയുടെ മുന്നിൽ നേരത്തെ തന്നെ ഉള്ളത്. അത് നേതാക്കളെ അറിയിക്കാനുള്ള നീക്കമുണ്ട്. മറ്റു ചില പേരുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. കൊടിക്കുന്നിൽ സുരേഷിനാണ് കൂടുതൽ പരിഗണന എന്ന വാർത്തകൾ വന്നിരുന്നു. ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, മാത്യു, ആന്റണി തുടങ്ങിയ പേരുകൾ നിലവിൽ ചർച്ചയിലുണ്ട്. ഏതായാലും ഇപ്പോൾ ചില പ്രാഥമിക ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം കേരളത്തിലെ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചൊരു വിശദമായ ചർച്ചയിലേക്ക് പോകും എന്ന വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. യെസ്, ഓക്കെ, വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകി.